ചൂഷണങ്ങൾ, ചൂഷണോപാധികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, നേരെ മറിച്ച് ഇവിടുത്തെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കേട്ടോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്‌ലിസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു. നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റിട്ട്, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണങ്ങനെ ഇരിക്കും. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. കണ്ടോ? അപ്പോൾ പാണക്കാട് പരിശോധിക്കാന്ന് പറഞ്ഞാൽ മൂപ്പര് പറയണം, അപ്പുറത്തെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, അവിടെ പോയി പരിശോധിക്കാൻ. അവിടെയാണ് ഫോൺ വരുന്നത്, അവിടെയാണ് ഒരു പ്രാവശ്യം മറ്റേ സ്വലാത്തിന് വന്നാൽ അടുത്ത പ്രാവശ്യം പ്രസവിക്കുന്നത് എന്ന് മൂപ്പര് പറയാം. അപ്പോൾ ഈ രൂപത്തിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ചൂഷണത്തിനെതിരെ ശബ്ദിക്കണം എന്ന് ഞാനല്ലല്ലോ, അദ്ദേഹം വിശദീകരിക്കുന്നു. അത് മാത്രമാണോ?